നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവായി. മന്നാകയും കാക്കുവാൻ ഓമന പൈതൽ വന്നേ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നാമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകാം. തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മനുഷ്യശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മനുഷ്യശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മനുഷ്യശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനേ, സ്തുതിതൻ
പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽക്കൻ അതുപോലെ ആമേൻ ആമേൻ അനവരതം സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൽ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയായി ഇന്ന് ഞങ്ങൾ അനുസ്മരിക്കുന്നു. വിശുദ്ധയെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തി സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഓർമ്മ ദിനത്തിൽ മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ്ചെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം
നല്ലതുമുചിതവും അല്ലോ നാം പാടുക ദൈവ സ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരെ
പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതൽ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും.
കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോടുകൂടെയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയുമാണെന്ന് അപ്പോൾ വെളിവാകും. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും. അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ, അവിടുത്തെ ഉഗ്രക്രോധം ആഞ്ഞടിക്കും. അവിടുത്തെ ശാസനം ആളിക്കത്തും. കർത്താവ് അഗ്നി കൊണ്ട് വിധി നടത്തും. എല്ലാ മർത്യരുടെയും മേൽ വാളുകൊണ്ട് വിധി നടത്തും. കർത്താവിനാൽ വധിക്കപ്പെടുന്നവർ അസഖ്യമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, മധ്യത്തിൽ നിൽക്കുന്നവൻ്റെ അനുയായികളായി ഉദ്യാനത്തിൽ പ്രവേശിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സമർപ്പിക്കുകയും പന്നിയിറച്ചി, മ്ലേച്ഛ വസ്തുക്കൾ, ചുണ്ടലി എന്നിവ തിന്നുകയും ചെയ്യുന്നവർ ഒന്നിച്ച് നാശമടയും. പ്രകീർത്തനം ആലപിക്കാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. പരമരവരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ്റെ വിശുദ്ധർത്തൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിന്റെ വിശുദ്ധൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിന്റെ വിശുദ്ധൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിന്റെ വിശുദ്ധൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ശ്രവിക്കുവിൻ. അപ്പസ്തോല പ്രവർത്തനങ്ങളുള്ള വായന. കർത്താവേ അനുഗ്രഹിക്കട്ടെ.
പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെറോദേസ് ഉദ്ദേശിക്കുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായിരുന്നു. 2 പടയാളികളുടെയും മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാര്യഗ്രഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയിലാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്നു ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഈ കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്ക് ഒരു ദർശനം ഉണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ. അവർ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ടു നരകത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അപ്പോഴാണ് പത്രോസ് പൂർണ്ണബോധം വന്നത്. അവൻ പറഞ്ഞു, കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെറോദേസിൻ്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി. പരിശുദ്ധാത്മാവിന് സ്തുതി ഉയരട്ടെ, ആദിമുതൽ നിത്യവുമായി ഭവിച്ചിടട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെടുവെങ്കിൽ ദൈവം അവനെ തന്നിലും മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എന്റെ കുഞ്ഞുങ്ങളെ, അല്പസമയം കൂടി ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഈശോ മിശിഹായില് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ,
ഒത്തിരി നല്ല ഓർമ്മകളുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ അൽത്താരയുടെ മുൻപിൽ ആയിരിക്കുന്നത്. അച്ഛനായതിനു ശേഷം ആദ്യമായിട്ട് അപ്പോയിന്റ് കിട്ടിക്കഴിഞ്ഞ് ഒരു പള്ളിയിലേക്ക് വന്ന് ആദ്യമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച ഇടമാണ്. അതുകൊണ്ട് അതിനോട് ഒരു വലിയൊരു അടുപ്പം, ഉള്ളടപ്പം തന്നെ തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിലുണ്ട്. പല കാര്യങ്ങളും ഈ അവസരത്തിൽ മനസ്സുകളിലേക്ക് പ്രത്യേകമായിട്ട് ഓടിയെത്തുന്നുമുണ്ട്. ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെതായ ഒരു പ്രതീതിയിലാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന വ്യക്തികൾ മാത്രമേ ഈ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന മധ്യേ ഉള്ളൂ. നമ്മളിന്ന് വായിച്ചു കേട്ടത് യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചന ഭാഗമാണ്. 35 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ നമ്മൾ ഇപ്രകാരം കേട്ടു: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. ഇതാണ് ഈശോ നമ്മളോടും പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നത്. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും എന്നാണ് പറയുന്നത്. ഈശോ ലോകത്തിന് നൽകുന്ന ഒറ്റയൊരു കൽപ്പനയേ ഉള്ളൂ: പരസ്പരം സ്നേഹിക്കുക. നമ്മൾ ഈ സുവിശേഷ ഭാഗമാണ് ഉത്തുകല്യാണത്തിന്റെ അവസരത്തിൽ വായിക്കുന്നത്. കുടുംബജീവിതത്തിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഏത് ജീവിതാവസ്ഥയുമായിരിക്കട്ടെ, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമായിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി ജീവിക്കുക എന്നാണെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ ലോകത്തിന് നൽകിയ ഈ കൽപ്പന, പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്, അക്ഷരാർത്ഥത്തിൽ ജീവിച്ച ഒരു വിശുദ്ധയാണ് കൊച്ചു ത്രേസ്യ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ ദേവാലയത്തില് അമ്മയുടെ മാധ്യസ്ഥം തേടുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്നത്. എല്ലാവർക്കും വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ഒപ്പം ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ പരിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥം വഴി എല്ലാ കുടുംബങ്ങളിലും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ പ്രദേശത്തും ദൈവാനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ സഭയില് വിശുദ്ധരെ വേദപാരംഗരുടെ ഗണത്തിലേക്ക് ഉയർത്താറുണ്ട്. എന്തുകൊണ്ടാണ് അവരെ വേദപാരംഗരത് എന്ന് നമ്മൾ പറയുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നല്ലതാണ്. വേദപാരംഗരായിട്ട് സഭയിൽ വിശുദ്ധരെ ഉയർത്തുന്നതിന് മാനദണ്ഡമായിട്ട് പറയുന്നത്, അവരെ സഭയ്ക്ക് നൽകുന്ന മൂല്യങ്ങള്, അല്ലെങ്കിൽ സഭയ്ക്ക് നൽകുന്ന പ്രബോധനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവരെ വേദപാരംഗരായിട്ട് സഭയിൽ ഉയർത്തുന്നത്. അതിന് നമ്മുടെ മുൻപിലുള്ള ഉദാഹരണങ്ങളാണ് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ അഗസ്റ്റിൻ, സെന്റ് അക്വീനാസ് എന്നിവരെല്ലാവരും നമ്മുടെ മുൻപിൽ അതിനുള്ള ഉത്തമ മാതൃകകളാണ്. എന്നാൽ നമ്മൾ ഇന്ന് ഈ വിശുദ്ധ കുർബാന, അല്ലെങ്കിൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിന് കാരണഭൂതയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയും വേദപാരംഗതരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. വലിയ പ്രബോധനമോ അല്ലെങ്കിൽ വലിയ പഠിപ്പിക്കലുകളോ ഒന്നും സഭയ്ക്ക് നൽകിയതായിട്ട്, അല്ലെങ്കിൽ വലിയ പുസ്തകങ്ങളൊന്നും എഴുതിയതായിട്ട് ഒരിക്കലും നമ്മൾ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല. ചെറിയ ഒരു പെൺകുട്ടി, പേര് പോലെ തന്നെ കൊച്ചു ത്രേസ്യ അല്ലെങ്കിൽ ചെറുപുഷ്പം, വലിയ പുസ്തകങ്ങളൊന്നും രചിക്കാതെ, വലിയ പ്രബോധനങ്ങളൊന്നും നൽകാതെ, ഒറ്റ കാര്യം മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ വ്യക്തി. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി നമുക്ക് കാണിച്ചു തന്ന വ്യക്തിയായിട്ടാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ സഭ പ്രത്യേകമായിട്ട് വണങ്ങുന്നത്. ചെറുപുഷ്പം എന്ന പേര് പോലെ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ വിശുദ്ധയായി തീർന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് അവളുടെ ജീവചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. കൊച്ചു കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെ ദൈവത്തിൽ എത്തിച്ചേരാമെന്ന് നമ്മുടെ മുൻപിൽ ഈ വിശുദ്ധ മാതൃകയായിട്ട് നിൽക്കുകയാണ്. ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ പുണ്യവതി നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു ചോദ്യമാണ്, ആരാണ് വലിയവൻ എന്ന ചോദ്യം.
ലോകത്തിന്റെ ആരംഭം മുതൽ ഈ ചോദ്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ചിന്തയാണ് വലുതാകണം, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഉന്നതിയിലെത്തണം എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ചിന്തയാണ്. വലിയ വണ്ടി വാങ്ങണം, അല്ലെങ്കിൽ വലിയ ശമ്പളം കിട്ടണം, വലിയ വീടുണ്ടാക്കണം, ഇങ്ങനെ മറ്റുള്ളവരെക്കാൾ വലുതായിട്ട് നിൽക്കണമെന്ന് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ചിന്തയാണ്. ഇങ്ങനെ നമ്മുടെ സമയവും കഴിവും ആരോഗ്യവും ഒക്കെ ചില വലുതാകലുകളിലേക്ക് അല്ലെങ്കിൽ വലുതായി തീരുവാനായിട്ട് നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വിശുദ്ധ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ തമ്പുരാൻ ഈ വിശുദ്ധയിലൂടെ നമ്മളോട് പറഞ്ഞു നൽകുന്നത് നീ ചെറുതാകണമെന്ന്. സുവിശേഷത്തിലൂടെ ഈശോ പറയുന്നതും ഇത് തന്നെയാണ്. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ശിശുക്കളെ പോലെ ആകണം. ശിശുവിൻ്റെതുപോലെ മനോഭാവം നമ്മുടെയും ജീവിതത്തിൽ ആർജിച്ചെടുക്കണമെന്ന് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്കെല്ലാവർക്കും വീടുള്ളവരാണ്. നമ്മളെല്ലാവരും വീടിന്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിന്റെ കതക് വളരെ വലുതായിരിക്കും. എന്നാൽ ആ കതക് അല്ലെങ്കിൽ ആ വാതില് പൂട്ടാനായിട്ടും തുറക്കാനായിട്ടും ഉപയോഗിക്കുന്ന താക്കോല് വളരെ ചെറുതായിരിക്കും. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് സ്വർഗരാജ്യമാകുന്ന വാതിലിലേക്ക് അല്ലെങ്കിൽ ആ വാതിൽ തുറക്കുവാനായിട്ടുള്ള താക്കോലുകളായിട്ട് നാം ഓരോരുത്തരും മാറണമെന്ന് ഇന്നത്തെ ഈ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ, താക്കോലുകൾ കൊണ്ട് തുറന്നാൽ മാത്രമേ ഉള്ളൂ വീട് തുറന്ന് അകത്തോട്ട് കയറാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ സ്വർഗമാകുന്ന താക്കോല് തുറക്കുക, അല്ല സ്വർഗമാകുന്ന വാതിൽ തുറക്കുവാനായിട്ടുള്ള താക്കോല് നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലാണ്. അതിലൂടെ കടന്ന് സ്വർഗരാജ്യത്തിൽ എത്തുവാനായിട്ട് ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. രണ്ടാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, വിശുദ്ധയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ വൈകാരികമായ തളർച്ചയിൽ ദൈവത്തെ കണ്ടെത്തിയ ഒരു വ്യക്തിയായിട്ട് കൊച്ചു ത്രേസ്യയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവളുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്, ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ടു. ആ ദുഃഖത്തില് അവളായിരിക്കുമ്പോൾ അവളുടെ രണ്ടാമത്തെ അമ്മയായിട്ട് അവളുടെ ഒപ്പം നിന്നത് അവളുടെ സഹോദരിയായിട്ടുള്ള പൗളിനാണെന്ന് ജീവചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് ആ സഹോദരി കർമ്മലീത്ത മഠത്തില് അംഗമായിട്ട് മുന്നോട്ട് ജീവിക്കുമ്പോൾ തൻ്റെ കൂടത്തിലുണ്ടായിരുന്ന ചേച്ചി മാറിപ്പോകുമ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദന നമ്മൾ ആ ജീവചരിത്രത്തിൽ നമ്മൾ വായിച്ചു കാണുന്നുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ആയിരിക്കും. നമ്മുടെ കൂടത്തിലുള്ള മക്കള് നമ്മളെ വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, അതുമല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരങ്ങള് പഠനത്തിനും ജോലി ആവശ്യങ്ങൾക്കുമായിട്ട് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുമ്പോഴും നമ്മുടെയും ഉള്ളിലുണ്ടാകുന്ന ഒരു വേദന ഈ കൊച്ചു ത്രേസ്യയും തന്റെ ജീവിതത്തിൽ അനുഭവിച്ചുവെന്ന് നമുക്ക് വിശുദ്ധയുടെ ജീവിതത്തിലൂടെ തന്നെ മനസ്സിലാക്കാം. ഈ വലിയൊരു സങ്കടത്തിന്റെ ചേച്ചി കർമ്മലീത്ത മഠത്തിൽ ചേർന്നതിന്റെ ആ സങ്കടത്തിൽ നിൽക്കുമ്പോൾ ആ ചേച്ചിയുമായിട്ടുള്ള ബന്ധം അത്രയും ദൃഢമായിട്ട് അവൾ കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ്. തുടർന്നുള്ള ജീവിതത്തില് ദുഃഖങ്ങളും രോഗങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നാം അവളുടെ ജീവിതത്തിലൂടെ കാണുന്നത്. ഇതിലൂടെ എല്ലാം മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവിക സാന്നിധ്യം കണ്ടെത്തുവാനായിട്ട് പരിശ്രമിച്ച വ്യക്തിയാണ് കൊച്ചു ത്രേസ്യ. നമ്മുടെയും ജീവിതത്തില് ഒറ്റപ്പെടലുകൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ദൈവിക സാന്നിധ്യത്തിൽ അഭയം കണ്ടെത്തുവാനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ടും അങ്ങനെ വിശുദ്ധിയിൽ എത്തിച്ചേരുവാനായിട്ടും സാധിക്കണമെന്ന് ഈ പുണ്യവതി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, കുടുംബത്തിന് ഒത്തിരി വില കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു കൊച്ചു ത്രേസ്യ. കുടുംബത്തിലുള്ള എല്ലാവരോടും വലിയ ബന്ധത്തില് ആഴപ്പെട്ട് മുന്നോട്ട് പോയിരുന്നവള്. അപ്പനോടുള്ള സ്നേഹത്തില് അപ്പന്റെ കൂടത്തിലായിരുന്നു വളർന്നത്. സഹോദരങ്ങളോട് നല്ല ബന്ധത്തിലായിരുന്നു. ഇങ്ങനെ കുടുംബത്തില് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടിയെത്തുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. പാരമ്പര്യം നമ്മളെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുമുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളില് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടിയെത്തുന്നത് കൊച്ചു ത്രേസ്യയുടെ സന്നിധിയിലേക്കാണ്. കൊച്ചു ത്രേസ്യ പുണ്യവതിയോട് പ്രാർത്ഥിച്ചാല് കുടുംബത്തിലെ പിണക്കങ്ങൾ മാറും. ഒരുമയോടെ കൂട്ടായ്മയിൽ വളരാനായിട്ട് വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമെന്ന് പാരമ്പര്യം നമ്മളെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്
നമ്മളെല്ലാവരും ഇന്ന് ഈ ദേവാലയത്തിൽ ഒന്ന് ചേർന്നിരിക്കുന്നത്. പാറേപ്പള്ളിയിലെ അല്ലെങ്കിൽ ഈ പരിസരത്തിലെ ഓരോ കുടുംബങ്ങളും ഒരുമയോടെ കൂട്ടായ്മയോടെ മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണമായിട്ട് നിൽക്കുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യയാണെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. അത് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയും മനസ്സിലുണ്ടാകേണ്ടത്. അതുകൊണ്ട് കുടുംബാംഗങ്ങൾക്ക് പറഞ്ഞു നൽകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ പറഞ്ഞു നൽകിയവ ജീവിതത്തിൽ അനുസരണയോടെ പാലിച്ചവളായിരുന്നു കൊച്ചുത്രേസ്യ. അമ്മമാർക്കെല്ലാവർക്കും അറിയാം, ഒത്തിരി വേദന സഹിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് അമ്മമാര് ജന്മം നൽകുന്നത്. അപ്പന്മാരും അതുപോലെ തന്നെയാണ് മക്കളെ വളർത്തുന്നത്. ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തില് അപ്പനും അമ്മയും ഇങ്ങോട്ട് വരാനായിട്ട് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന ധാരാളം കുട്ടികളും മുതിർന്നവരുമുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ 2-3 മാസം കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ദൈവവിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് പ്രത്യേകമായിട്ട് ഓരോ മാതാപിതാക്കന്മാർക്കും സാധിക്കണം. ഈ വിശുദ്ധിയെ പറ്റി പ്രത്യേകമായിട്ട് ഓർക്കുമ്പോൾ മക്കൾക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു വിശുദ്ധയാണ്. മക്കള് എപ്രകാരം വിശുദ്ധിയോടുകൂടി ജീവിക്കണം അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുള്ള ബന്ധത്തിൽ എപ്രകാരം ആയിരിക്കണമെന്ന് ഈ വിശുദ്ധ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം മാതാപിതാക്കന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കന്മാരെ പോലെ സെലീം മാർട്ടിനെയും ലൂയി മാർട്ടിനെ പോലെയും വിശുദ്ധരായിട്ട് തീരുവാനായിട്ട് ഇവിടെയുള്ള ഓരോ മാതാപിതാക്കന്മാർക്കുമുള്ള ഉത്തരവാദിത്വവും ഈ കൊച്ചുത്രേസ്യ പ്രത്യേകമായിട്ട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അവസാനമായിട്ട് തിരുവചനത്തിന് നമ്മൾ കേട്ടതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ. കൊച്ചുത്രേസ്യയുടെ വാക്കുകളിൽ പറഞ്ഞാലും സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴിയാണ് സ്നേഹമെന്ന് പറയുന്നത്. കൊച്ചുത്രേസ്യ ദൈവത്തോടുള്ള ബന്ധത്തിലും കുടുംബത്തോടുള്ള ബന്ധത്തിലും മുന്നോട്ട് ജീവിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോടുള്ള ബന്ധത്തിലും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുള്ള ബന്ധത്തിലും ആഴപ്പെട്ട് ജീവിക്കുവാനായിട്ടും വളർന്നു വരുവാനായിട്ടും ഈ തിരുനാൾ നമുക്ക് കാരണമാകട്ടെ. അതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഉത്സാഹത്തോടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ ദുരസാക്ഷികളായ വിശുദ്ധരെ പോലെ ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോടുകൂടെ കുരിശിൽ തറയ്ക്കാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തെയും അവർണ്ണനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടാനും വിശ്വാസം സംരക്ഷിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധരുടെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിൽ വളരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായി ജീവിച്ച വിശുദ്ധരെ അനുകരിച്ച് വിവേകത്തോടും നൈർമല്യത്തോടും കൂടി ജീവിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദിനരാത്രങ്ങൾ ചെലവഴിച്ച വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവിനും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാനെയും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയിൽ ഞങ്ങളെല്ലാം രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനം ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, നിന്നെ അനുഗ്രഹിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യയെ അനുസ്മരിക്കുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നിനക്ക് സാക്ഷ്യം വഹിച്ച് കണ്ടു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്റ്റില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിത്ത് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരി, നിങ്ങൾ കൈപ്പനത്തിൽ വിളിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പിഴകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യന്റെ പദവികൾ കൈവപ്പിടി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി ബന്ധപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശ്വരസ്യങ്ങളിൽ പങ്കൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അതുപോൽ ആത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ. അവനീ ബലിയിൽ
ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവിനെ നീയും രാജാവാം ദൈവം നമ്മോടൊത്തുണ്ട്. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയുണ്ട്. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിന്നിൻ മഹിതോദ്ധാരത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ സർവശക്തനാഥനാം ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ, സർവപാലനാം സർവശക്തനാഥനാം ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ഥദൈവമാ സത്യദാതനങ്ങിൽ നിൻ ആദ്യജാതനാ. സൃഷ്ടിയല്ല പുത്രനാ ഈശോദൈവജൻ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂര ദൈവമാണേകസത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായ ഞങ്ങളിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാം മർത്യരൂപമായി കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ, ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ, 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവേ മന്നിലുദ്ധിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ. സ്വർഗമാർന്ന മഹിമയോടെ നിത്യപിതാവേ, വലതുഭാഗമാർന്ന വാഴ്വ മഹിതകാന്തിയിൽ ഒടുവിലെത്തും ഈ മഹിയെ അന്ന് വിധിയുവാൻ സകലരും ശ്രവിക്കുമായി വിധിവിധിതരാൻ. സാധനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമായി ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സഭ, സ്വൈതിക പ്രഭാവമാണു സാർവജനീനം, പാപമോചനം
സാദരം ഞങ്ങളെ വരും. മർത്യമുക്തിയാമുയർപ്പും നിത്യജീവനും ഏറ്റു ചൊല്ലു പൂർണ്ണമായി ഞങ്ങളെ വരും. സർവശക്തനാകുമേകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്നെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾ ലോകം മുഴുവനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രികത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഇസ്ഹാക്ക് യാക്കോബ്
പരിശുദ്ധാത്മാവുമായ സർവേശ്വരാംഗിയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗ്ഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ കൃപയും അനുഗ്രഹവും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന
പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ യൗസേപ്പ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും ഗുരുപതാധ്യക്ഷനുമായ മാർ യൗസേപ്പ് മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനകമാംവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായി എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്കു നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശംശാനമാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ.
എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങു നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശക്തരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായി ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായി ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക്, ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്ക് എന്നപോലെ. ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്രമാകുമാ.
എന്നിൽ നിത്യം ജീവിക്കും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസാക്ഷി നിർമ്മലമാക്കീട ോടൊക്കെ കൈക്കൊണ്ടീരാം റൂഹായ നിർമ്മലരായി തീരാം. യോജിപ്പോടും സ്നേഹാരൂരി ഉൾക്കൊള്ളും ദിവ്യമീ രഹസ്യങ്ങൾ. ഉദ്ധാനത്തിനും രക്ഷകാരണമാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നമ്മുടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും എപ്പോഴും എന്നേക്കും ആമേൻ. ആത്മീയ കരിസ്ഥരായ വിശുദ്ധരെ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കണമേ. എന്തുകൊണ്ടെന്നാൽ മിശിഹ നിങ്ങളുടെ ഓർമ്മ മദ്ബഹായിൽ മുദ്രണം ചെയ്തു. വിശുദ്ധ സഭയ്ക്ക് എല്ലാ സഹായങ്ങളും നൽകാനും സഭയിൽ ഞങ്ങൾ സ്തുതി പാടാനുമായി അവൻ നിങ്ങളിൽ തൻ്റെ നിഗൂഢമായ ശക്തി ആവസിപ്പിച്ചു. വിശുദ്ധർക്ക് വിസ്മരണീയമായ ശക്തിയും ധൈര്യവും നൽകി മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ സാക്ഷികളെ, മിശിഹ ഞങ്ങളോട് കാരുണ്യം കാണിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകേണം. മേലിൽ പിരിയാതെ നീ എന്റേതാവേണം. എന്നിൽ സ്നേഹമായി ഇന്നുയിരിൻ നാളമായി ഇരുളിൽ വീഴാതെ ഇന്നെന്നെ കാക്കേണം. ഇന്നെ ചാരയായി നിന്നിഴൽ ചലിച്ചിടുന്നുവോ ഇന്നും മാറിലായി ലോലമായണച്ചിടുന്നുവോ ഇന്നെ മനസ്സേ ആർദ്രമായലിറങ്ങിയോ മുന്നിൽ നാളമായി നീരടന്ന പോയിടുന്നെയോ. ഈറൻകാറ്റിൻ കാതിൽ മൂളും മായാരാഗം പോൽ മായാതെ ചേരുന്നെൻ നെഞ്ചിൽ നീയാകെ. നീറും നോവിൽ നിറയും സ്നേഹം പകരാനുള്ളിൽ അലിയണം അലിവോടെ നിന്നും ഈശോയേ. ഉരുകുമെന്നുള്ളം നിന്റെ കാൽക്കൽ വെപ്പു ഞാൻ. ഈശോയേ, എന്നിൽ അലിവോടലിയണം. ഇന്നെ ചാരയായി നിന്നിഴൽ ചലിച്ചിടുന്നുവോ ഇന്നും മാറിലായി ലോലമായണച്ചിടുന്നുവോ ഇന്നെ മനസ്സേ ആർദ്രമായലിൻ
പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിത ശരീരവും പാനത്തിൻ്റെ രക്തവും ഞങ്ങൾ ക്ഷാപതിക്ക് കാരണമാകാതെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നദ്ധിയിൽ സന്തുഷ്ടിക്കും പ്രധാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. തിരുമുൻപിൽ വന്നതി അതിവിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരി രഹസ്യങ്ങൾ പാപമോചനം ഏകത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാടുകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കാനും അങ്ങയുടെ ദാനമായ ദിവസങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായി ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ ആചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവിടെ ഉയർപ്പിന് വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രതിദിനകമാപിതം വർദ്ധിച്ച എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താമിശിഹാവഴിയാൽ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു.
നൽകും ദൈവികമാ ശുദ്ധിയേടുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം പരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയിലേറ്റം സ്നേഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ആഘോഷപൂർവമായ വിസുർവാന പരിക്രമം ചെയ്ത് ബഹുമാനപ്പെട്ട മാത്യു തയ്യിലച്ചനാണ്. അച്ഛൻ നമ്മോട് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കടുത്തുരുത്തി പൊറനാപ്പള്ളിയിലെ സഹവികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. അച്ഛൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ പ്രസേന്തിയുടെ പേരിലും ഇടവ സമൂഹത്തിൻ്റെ പേരിലും അച്ഛന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഉടൻ തന്നെ പ്രദക്ഷിണമാണ്. അനുകൂല കാലാവസ്ഥയാണ് ഇതുവരെ ലഭിച്ചത്. തുടർന്നും നല്ല കാലാവസ്ഥ ലഭിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിവിധങ്ങളായ കാര്യങ്ങൾ, വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മധ്യസ്ഥവും അതുപോലെ വിശുദ്ധ യൂദാശ്ലീഹയുടെ കുരിശുപള്ളിയിലേക്കാണല്ലോ പ്രദക്ഷിണം നീങ്ങുന്നത്. യൂദാശ്ലീഹയുടെ പ്രത്യേക കൃപയ്ക്കും വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രദക്ഷിണം എല്ലാം ലൈനായിട്ട് കുരിശുപള്ളിക്ക് പുറകിലത്തെ കവാടത്തിലൂടെ പ്രവേശിച്ച് ഫ്രണ്ടിലത്തെ കവാടത്തിലൂടെ പള്ളിയിലേക്ക് തിരിച്ചു വരാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും പ്രദർശനത്തിന് തയ്യാറാകുകയും ചെയ്യുക. ദാവീ
വീരമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താങ്കിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോപിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ. അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നമ്പരം. അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നമ്പരം. യെരൂശലേം നായകാ, ബലർത്തൻ വിമോചകാ,
നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ
മാ